വർഷങ്ങളായി കത്തോലിക്ക വൈദികൻ വിമാനങ്ങൾ ആശീർവദിക്കുന്ന പാരമ്പര്യം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഡബ്ലിൻ എയർപോർട്ട് അധികൃതർ പിന്നോട്ട്. വിമാനങ്ങൾ ആശീർവദിക്കുന്നത് തുടരുമെന്ന് അവർ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി. കത്തോലിക്ക വൈദികൻ ക്രിസ്മസിനോടനുബന്ധിച്ച് വിമാനങ്ങൾ ആശീർവദിക്കുന്ന പാരമ്പര്യം അവസാനിപ്പിച്ച നടപടിയിൽ നിന്ന് അയർലൻഡിലെ ഡബ്ലിൻ എയർപോർട്ട് അധികൃതർ പിന്നോട്ടുപോയി. പ്രസ്തുത പാരമ്പര്യം തുടരുമെന്ന് അവർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഈ മാസം ആദ്യമാണ് കത്തോലിക്ക രാജ്യമായ അയർലൻഡിലെ പ്രശസ്തമായ ഡബ്ലിൻ എയർപോർട്ടിൽ വൈദികന്റെ ആശീർവാദം അവസാനിപ്പിക്കുകയാണ് എന്ന വാർത്ത പുറത്തുവന്നത്. ഇതിനു പിന്നാലെ ഏതെങ്കിലും കാരണനിമിത്തം എയർപോർട്ടിൽ പ്രവേശിക്കാൻ തനിക്ക് അനുമതി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണെങ്കിലും താൻ 16 വർഷമായി വിമാനങ്ങൾ ആശീർവദിക്കുന്ന പാരമ്പര്യങ്ങൾ തുടരുമെന്ന് എയർപോർട്ടിലെ ചാപ്ലിൻ ഡെസ് ഡോയ്ലി പ്രതികരിച്ചിരുന്നു. അൾത്താരയിൽ നിന്നോ അതല്ലെങ്കിൽ 35,000 അടി ഉയരത്തിൽ നിന്നോ വിമാനം ആശീർവദിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്നാണ് എയർപോർട്ട് അധികൃതർ അന്ന് വിഷയത്തിൽ വിശദീകരണം തന്നത്. എന്നാൽ അധികൃതരുടെ തീരുമാനത്തിനെതിരെ രാജ്യത്തെ അവിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. അയർലൻഡിന്റെ പാരമ്പര്യങ്ങളെ വെട്ടിമുറിച്ചു കളയുന്ന തീരുമാനങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് അവർ ആരോപണം ഉന്നയിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.